ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. മരക്കൂട്ടം വരെയും ഭക്തരുടെ നീണ്ട ക്യൂ ആണ്. 18-ാം പടി കയറാനുള്ള കാത്തുനിൽപ്പ് 6-7 മണിക്കൂർ നീളുന്നുണ്ട്. മരക്കൂട്ടത്തു നിന്നും ചെറു സംഘമായാണ് നിലവിൽ ഭക്തരെ കടത്തിവിടുന്നത്. അതേസമയം പരമ്പരാഗത കാനനപാതയിലൂടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് ഇന്നു മുതൽ പ്രത്യേക പാസ് നൽകും. പാസുമായി നടപ്പന്തലിലെത്തുന്ന ഭക്തർക്ക് പ്രത്യേക വരിയിലൂടെ ദർശനം നടത്താം. എരുമേലിയിലൂടെ എത്തുന്നവർക്ക് മുക്കുഴിയിൽ വെച്ചാണ് എൻട്രി പാസ് നൽകുക. സന്നിധാനത്ത് നിന്ന് മനോജിന്റെ റിപ്പോർട്ട്. വലിയ തിരക്ക് തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഓരോ ദിവസവും അങ്ങനെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. നിരവധി ഭക്തജനങ്ങൾ മണിക്കൂറുകളോളം കാത്തിരുന്ന് തന്നെയാണ് ദർശനം നടത്തുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ രാത്രിയിൽ ഇവിടെ കാത്തുനിന്ന ഭക്തരുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെ മുതൽ ഈ മരക്കൂട്ടം വരെയും ഈ വലിയ ക്യൂ നീളുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. വലിയ നടപ്പന്തലിലെ ഈ ഒരു തിരക്ക് തന്നെയാണ്. ഭക്തജനങ്ങൾ അങ്ങനെ അയ്യപ്പനെ ദർശിക്കാനായി കാത്തു നിൽക്കുന്നു, മുന്നോട്ട് നീങ്ങുന്നു. എന്തായാലും വലിയ തരത്തിലുള്ളൊരു വർധനവ് ഇത്തവണ ഈ ഭക്തജനങ്ങളുടെ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. ഓരോ ദിവസം കഴിയും തോറും 80,000 90,000 ഒക്കെ അങ്ങനെ കടന്ന് പോകുന്ന ഒരു കണക്കുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, അതോടൊപ്പം തന്നെ അവർക്ക് സുഗമമായിട്ടുള്ള ദർശനം ഒരുക്കുവാനുള്ള കാര്യമൊക്കെ ചെയ്യുമെന്നാണ് ഇവിടെയുള്ള അധികൃതരൊക്കെ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിൽ വലിയ വർധനവുണ്ടായി. 10,000 പേർ കഴിഞ്ഞ ദിവസം അധികമായി ബുക്ക് ചെയ്തത് കൊണ്ടാണ് അത്തരത്തിലൊരു തിരക്ക് അനുഭവപ്പെട്ടത് എന്നുള്ള കാര്യം തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ സ്പോട്ട് ബുക്കിങ്ങിൽ വലിയ ഒരു തിരക്ക് ഉണ്ടാകും, ഒരു വർധനവ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അത് കൃത്യമായി നിയന്ത്രിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശമൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മരക്കൂട്ടത്തിൽ നിന്നും ഘട്ടം ഘട്ടമായി ചെറിയ സംഘങ്ങളായാണ് ഈ മുന്നോട്ട് കടത്തിവിടുന്നത്. ഈ വലിയ നടപ്പന്തലിൽ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കാനനപാതയിലൂടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രത്യേക എൻട്രി പാസ് നൽകുമെന്നുള്ള കാര്യമാണ്. കിലോമീറ്ററുകളോളം വർഷങ്ങളായി തന്നെ ഈ എരുമേലി വഴിയുള്ള പരമ്പരാഗത കാനനപാത വഴിയും അതോടൊപ്പം പുല്ലുമേട് വഴിയും ഒക്കെ വരുന്ന നിരവധി ഭക്തരുണ്ട്. അപ്പോൾ അവർ ഇവിടെ എത്തിയ ശേഷം ഇതുപോലെ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യമൊക്കെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരത്തിൽ ഇനിയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് വിവിധ ക്ഷേത്ര സമിതികളൊക്കെ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഇവിടേക്ക് എത്തുന്ന ഈ കാനനപാത വഴി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഈ നേരെ തന്നെ ഇവിടേക്ക് എത്തിയ ശേഷം നടപ്പന്തലിലൂടെ പ്രത്യേക വരിയിലൂടെ തന്നെ ദർശനം നടത്താമെന്നുള്ള കാര്യം അതിലൊരു തീരുമാനമായി. ഇന്നു മുതൽ തന്നെ അവർക്ക് പാസ് നൽകി തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. രാവിലെ മുക്കുഴി ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ പാസ് നൽകുന്നത്. മുക്കുഴിയിൽ നിന്നും പാസ് വാങ്ങിയ ശേഷം നേരെ നടപ്പന്തലിലെത്തി ഈ പാസ് കാണിച്ച ശേഷമാണ് ഇവർക്ക് നേരിട്ട് സന്നിധാനത്തിലെത്തി ഈ പടിചവിട്ടി കയറി ദർശനം നടത്താൻ സാധിക്കുക. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. കാരണം കിലോമീറ്ററുകൾ കല്ലും മുള്ളും ചവിട്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നവരാണ്. അപ്പോൾ ഇവിടെ വന്ന് വരി നിൽക്കുക എന്ന് പറയുന്നത് തന്നെ അത്തരത്തിലൊരു മണിക്കൂറുകളുടെ കാത്തിരിപ്പ് വീണ്ടും അവരെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇപ്പോൾ ഈ തിരക്ക് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ്. ഓരോരുത്തരും അങ്ങനെ കാത്തു നിൽക്കുകയാണ് അയ്യപ്പനെ കാണാൻ. ഇനി വരും ദിവസങ്ങളിലും ഈ തിരക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.